നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരും കേട്ടോ. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ അരുമക്കൂടം അല്ല അങ്ങനെയല്ല. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, എൻ്റെ പൊന്നുവാവ, എൻ്റെ താമര കണ്ണ. അങ്ങനെയും കണ്ട അന്നേരം പാട്ട് വൈറലായി കേട്ടോ. തൊപ്പി വെച്ചൊരു കുണുവാവാന്നും കൂടി ഉണ്ട് അതിനകത്ത്. കുഞ്ഞുവ, ഞാനത് കുന്നുവാവ ഇന്നാ പറയും. കുണുവാവാന്നാണ് കേട്ടത്. കുണുവാവെന്നും പറയും, ഇന്നാ വെച്ചും പറയും. അപ്പൊ തോന്നി ഉണ്ടാക്കിയ പാട്ടാണോ? ഞാൻ അദ്ദേഹം അടുത്ത് നിൽക്കുന്ന ചുമ്മാ ഇരുന്ന്. ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി, അത് ആരാണ് ശരിക്കും? അതെൻ്റെ ആത്മപ്രിയനാണ്, എൻ്റെ സന്തത സഹചാരിയാണ്, എൻ്റെ കാമുകനാണ്, എൻ്റെ ഒപ്പം കഴിയുന്ന ആളാണ്. ഭർത്താവല്ല. ഭർത്താവ് ഇനി എന്തിനാ? കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അത് മോൻ സത്യം പറഞ്ഞ ഇക്കാലത്തില്ലേ കല്യാണം കഴിക്ക. നിങ്ങൾ കൊച്ചിയിലൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവിടൊക്കെ നല്ല ഇത്രയും നാളായിട്ട് നേരം വെളുത്തിട്ടില്ലേ? അല്ല, നമ്മള് പറയാൻ പാടില്ലല്ലോ എന്താണെന്ന്. അതായത് എല്ലാവരും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ വന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ചേട്ടാ ഈ കുട്ടികളൊക്കെ ഈ കാലത്തല്ലേ ജീവിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കും ഞാൻ. ഈ സിനിമയിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ കണ്ടിട്ടുണ്ട്. ശരിയാണ്, കാണാറുണ്ട്. അല്ല, നമ്മളായിട്ട് പറയുന്നത് ശരിയാണ്. അതെന്താണ് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളത് മാറി. കാരണം ഈ കാലഘട്ടം മാറിയത് മാത്രമല്ല, പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നേരത്തെ ഞാൻ ചെന്ന ജോലികളൊക്കെ എനിക്ക് ഓർമ്മയിൽ, എനിക്ക് ഏകദേശം ഞാനത് ഓർത്തെടുത്തു. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ ടീച്ചർ ജോലി ചെയ്തിട്ടുണ്ട്, വക്കീൽ അതായത് അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് പോയിട്ടുണ്ട്, പിന്നെ ജോലിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം, പിന്നെ തയ്യൽ ജോലി, പിന്നെ അഭിനയം, പാട്ട്, നൃത്തം, തുണി തുന്നൽ, പിന്നെ മെഴുകുതിരി നിർമ്മാണം, പിന്നെ എഴുത്ത്. അപ്പം ഞാനാണെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ആളുകളെ കാണാനായിട്ട് നേരത്തെ പോകുമായിരുന്നു, ശില്പികളെയും ചിത്രകാരന്മാരെയൊക്കെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഞാൻ എപ്പോഴും കരുതുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അവരെ എന്നെയും കൂടെ താരതമ്യം ചെയ്യും. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ്, അവർ നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ആ കഴിവുള്ള ആളിനോടൊപ്പം ചേർന്ന് നിന്നാലേ നമുക്കും വളരാൻ പറ്റുള്ളൂ. കറക്റ്റല്ലേ? വിരല് വാതിലിന്റെ ഇടയിൽ പോയിരിക്കാം. താങ്ക് യു. എല്ലാം കൂടെ ഇങ്ങനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ, അതായത് കഴിവുള്ള ആളിനോടൊപ്പം നിന്നാൽ മാത്രമേ നമ്മുടെ കഴിവ് വളരുള്ളൂ. നമ്മുടെ കഴിവില്ലാത്തവരുടെ കൂടെ നിന്നാൽ നമ്മളും ഈ താന്ന് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.